അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൈക്കിൻ്റെയോ സ്കൂട്ടറിൻ്റെയോ കഥയെന്നല്ല പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ഒത്തിരി കമൻസ് എന്നല്ല പറയുക, എൻക്വയറീസ് പറയണം. വണ്ടിയുടെ എന്താ പറയുക, വണ്ടിനെ കുറിച്ച് അഭിപ്രായങ്ങൾ, കംപ്ലയിൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഒരുപാട് പേര് സെയിം ടു സെയിം കമൻ്റ് ആയിട്ട് ഇങ്ങനെ പല വീഡിയോൻ്റെ താഴെ ഒരേ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കമൻറ്റുകളുടെ എല്ലാം ആൻസറാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണെന്ന് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഫസീനോൻ്റെ വൈറ്റ് കളർ പുതിയ മോഡൽ ഇട്ടായിരുന്നു. അപ്പോൾ അതിലൊരു പുള്ളി ചോദിച്ചിരിക്കുകയാണ്, സഞ്ജയ് എന്നുള്ള പേര്, ബാക്ക് പെയിൻ വരാത്ത നല്ല കംഫർട്ടുള്ള സ്കൂട്ടേഴ്സ് ഒന്ന് സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ബാക്ക് പെയിൻ വരാതെ ഇരുന്ന് ഓടിക്കേണ്ട സ്കൂട്ടർ എന്ന് പറയുമ്പോൾ സ്കൂട്ടറിന് കുറച്ച് ഹൈറ്റ് വേണം, സീറ്റിന് ഇത്തിരി വീതി ഉള്ളത്, അതായത് വെച്ചാൽ നീളം വേണം, വീതിയുള്ള സീറ്റ്. നമുക്ക് ഫുള്ളായിട്ട് ഇരുന്ന് നമ്മുടെ ബോഡി ഫുള്ളായി കൊള്ളുന്ന സീറ്റ് ആയിരിക്കണം. അതിൻ്റെ ഹാൻഡിൽ കുറച്ച് പൊക്കമുള്ള ടൈപ്പ് ഹാൻഡിലിംഗ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് നമുക്ക് അത്രയും മോഡൽസിൽ സ്പോർട്ടി ടൈപ്പ് ആണെങ്കിൽ ഉദ്ദേശിക്കുന്നതിൽ എൻടോർക്ക് എടുക്കാം, ഡിയോ എടുക്കാം. ഡിയോ എടുക്കാതിരിക്കാൻ നല്ലത്. എൻടോർക്ക് നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കിട്ടുന്ന സ്കൂട്ടറാണ്. ഇനി കുറച്ചുകൂടിയും മൈലേജ് ഉള്ള വണ്ടി ഫാമിലി യൂസ് ആണെങ്കിൽ ആക്റ്റീവ 110 ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 65G എന്നൊക്കെ പറയുന്ന മോഡൽ വരും. 125 ആക്റ്റീവ് 125 എടുക്കാം, ജുപ്പിറ്റർ എടുക്കാം, ഡെസ്റ്റിനി എടുക്കാം. അങ്ങനെ 4-5 വണ്ടികളെ ചോയ്സ് ഉണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള വണ്ടി എടുത്തു. ഓക്കെ, നമ്മൾ അടുത്ത കമൻറ്റിലേക്ക് പോകും, സമയം കുറവാണ്. പിന്നെ കോമൺ ആയിട്ട് ഒന്നൊരു ചോദ്യമാണ്, MT-15 25,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ എത്ര EMI വരും എന്നുള്ള കേസ്. അത് നിങ്ങളൊരു 3 വർഷത്തേക്കൊക്കെ ഇടുകയാണെങ്കിൽ ഏകദേശം ഒരു 6,000-7,000 റേഞ്ച് വരും. പിന്നെ അതിൻ്റെ പൊക്കത്തേക്കാളാണെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക. ഷോറൂമിൽ വിളിച്ച് ചോദിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും താഴെ ഞാൻ ഷോറൂമിലെ കോൺടാക്ട് നമ്പർ എപ്പോഴും ആഡ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ വീഡിയോസിൻ്റെ എൻഡിലും ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചു എൻ്റെ പേര് പറഞ്ഞു. എൻ്റെ പേര് സനീർ എന്നാണ്. സനീറിൻ്റെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിൽ സനീറിൻ്റെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ സ്കൂട്ടർ വേൾഡിൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞാൽ അവർ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് തരും. EMI പറഞ്ഞുതരും, ഓൺ റോഡ് കോസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുതരും. അല്ലാണ്ട് നിങ്ങൾ യാതൊരു നാണോ ഒന്നും വിചാരിക്കണം, നേരെ വിളിച്ചു കേട്ടോ. പിന്നെ കോമൺ ആയിട്ടാണ് മറ്റേ പ്ലാറ്റിന 110 ABSൻ്റെ റിവ്യൂ ചെയ്യാൻ ഒരു എന്താ പറയുക, ഒരു 80-85 കമൻറ്റ് വന്നിട്ടുണ്ട് ഈ വണ്ടിക്ക്. പ്ലാറ്റിന 110 ABS ഞാൻ കഴിഞ്ഞ നവംബർ തൊട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയാണ്. നമ്മുടെ ഇവിടെ നോർത്ത് പറവൂർ ഷോറൂമിൽ 110 ABSൻ്റെ വണ്ടി ഇപ്പോൾ വന്നിട്ടില്ല, സാധനം ഇവിടെ സ്റ്റോക്കില്ല. അതുപോലെ തന്നെ CT125X ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വണ്ടി സ്റ്റോക്കില്ല. അതുകൊണ്ട് എന്നോട് ചോദിക്കരുത് വണ്ടി എന്ന് സ്റ്റോക്ക് വരുന്നു അന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. 110 ABS ഇത് തന്നെയാണ്, ഇവിടെ സ്റ്റോക്കില്ല. വേറെ ഏതൊക്കെയോ ഷോറൂമിൽ ആരൊക്കെയോ സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ പോയി ഡീറ്റെയിൽസ് ചോദിക്കുക. ഞാൻ ഇവിടെ പറവൂർ ആലുവയിലൊക്കെ അന്വേഷിച്ചപ്പോൾ പ്ലാറ്റിന 110 ABS ഇല്ല, CT125X ഇല്ല, പുതിയ മോഡൽ ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് രണ്ടിൻ്റെ വീഡിയോ ചെയ്യാൻ എന്നെ കൊണ്ട് യാതൊരു നിർവാഹമില്ല. ഓക്കെ, പിന്നെ മിക്ക വണ്ടികളുടെയും പ്രൈസ് എല്ലാവരും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോൻ്റെ അവസാനം വരെ കാണുക, കാരണം വീഡിയോൻ്റെ അവസാനത്തിൽ മാത്രമേ ഞാൻ പ്രൈസ് പറയാറുള്ളൂ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോൻ്റെ അവസാനത്തെ പാർട്ട് നോക്കുക. നിങ്ങൾക്ക് അതിൽ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെന്താണ്, ആക്സസ് 125 ആണ്, ബ്ലാക്ക് പാന്തർ ആണ്, 2024 ആണ്, ഏതാ ബെസ്റ്റ്? ഇതിപ്പോൾ രണ്ട് ടൈപ്പ് സ്കൂട്ടറാണ്, നിങ്ങൾക്കറിയാമല്ലോ. ബ്ലാക്ക് പാന്തർ എൻടോർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്പോർട്ടി ടൈപ്പ് സ്കൂട്ടറാണ്. ആക്സസ് 125 ഫാമിലി സ്കൂട്ടർ എന്ന് പറയാം. രണ്ട് കാറ്റഗറിയാണ്, ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക. അല്ലാണ്ട് നാട്ടുകാർ പറയണ കേട്ടിട്ട് ആ വണ്ടി പോയി നോക്കടാ, ഈ വണ്ടി പോയി നോക്കടി എന്നൊക്കെ പറയും. അപ്പോൾ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള വീഡിയോ ഓൾറെഡി ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇത് ഇപ്പോൾ എൻടോർക്ക്, ഡിയോ, പിന്നെ അതുപോലെ തന്നെ അപ്രില, അതൊക്കെ ഒരു സെഗ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ജുപ്പിറ്റർ, ആക്റ്റീവ, പറഞ്ഞ പോലെ വേറെ ഡെസ്റ്റിനി, ഫസീനോ, അതൊക്കെ മറ്റൊരു കാറ്റഗറി. റേസ് ഡാറൊക്കെ മറ്റൊരു കാറ്റഗറിയാണ്. അപ്പോൾ അങ്ങോട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് എൻ്റെ കാര്യം കേട്ടോ, അത് മനസ്സിലാക്കുക. പിന്നെ കുറേ വല്യപ്പന്മാർ ഫസീനോ എന്താ പറയുക, അപ്പൂപ്പന്മാരാണ് വല്യപ്പന്മാർ, ആരെന്ന് എനിക്കറിയാൻ പറ്റില്ല. കുറേ ചൊറികൾ ഫസീനോ പ്ലാസ്റ്റിക് ടോയാണ്, മാങ്ങാതുലാണ്, മറ്റാന്നൊക്കെ പറയാണ്ട്. ഞാൻ യമഹയുടെ നിന്ന് 10 പൈസ കാശൊന്നും മേടിക്കണില്ല, എനിക്ക് ആ ഒരു 10 രൂപ തന്നൂല്ല. പക്ഷേ ഫസീനോ നല്ല വണ്ടിയാണ്, എടുത്ത ആൾക്കാരെല്ലാവരും ഹാപ്പിയാണ്. എൻ്റെ ഫാമിലി തന്നെ 4-5 വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഫസീനോയും റേസഡാർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പേഴ്സണലി ഒരു 3-4 മാസത്തോളം ഫസീനോ ഹൈബ്രിഡ് യൂസ് ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഞാൻ വണ്ടി നല്ലതാണെന്ന് പറയുന്നത്. പിന്നെ എനിക്ക് നാട്ടുകാരുടെ അഭിപ്രായം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, നിങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടി മേടിക്കുക. കരക്കാർ എന്ത് പറയുന്നോ നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വേറെ എന്താ, ഹീറോ സ്പ്ലെൻഡർ പ്ലസിന് ക്വാളിറ്റി കുറവാണ്, മാങ്ങാത്തൊലിയാണ്, മറ്റേതാണ്, ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. സ്പ്ലെൻഡർ പ്ലസിന് ക്വാളിറ്റി കുറവാണെങ്കിൽ ഇപ്പോഴും ഓൾ ഓവർ ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട്, അതായത് എന്താ പറയുക, ആദ്യത്തെ 10 ടോപ്പ് സെല്ലിംഗ് വണ്ടികളിൽ സ്പ്ലെൻഡർ പ്ലസ് ഉണ്ട്. അപ്പോൾ ക്വാളിറ്റി കുറവാണെങ്കിൽ ആ സംഗതി അവിടെ വെച്ച് താഴെ പോകണ്ടല്ലോ. ഇപ്പോഴും
യാതൊരു എന്താ പറയുക, അതിൻ്റെ കച്ചവടത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്പ്ലെൻഡർ പ്ലസിന് ബോഡി ക്വാളിറ്റി കുറവെന്നൊക്കെ വെറുതെ നമ്പറാണ്. എനിക്ക് മനസ്സിലാവുള്ള ആൾക്കാർക്ക് എന്താ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. വണ്ടിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. ഓൾറെഡി നിങ്ങൾ 3 വർഷവും എത്രയും കൊണ്ട് എത്രയോ 60,000 കിലോമീറ്റർ 50,000 കിലോമീറ്റർ അങ്ങനെ എന്തൊരു കിലോമീറ്റർ റേഞ്ചും ഉണ്ട്. 3 വർഷമോ 2 വർഷമായിട്ട് വാറണ്ടിയൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ, ബോഡി ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇതൊന്നും കൊടുക്കുകയുമില്ല. പിന്നെ ഈ കണ്ട ജനം ഓൾ ഓവർ ഇന്ത്യയിൽ ഇത്രയും ജനങ്ങൾ ഈ വണ്ടി എടുത്ത് യൂസ് ചെയ്യണമെങ്കിൽ പൊട്ട വണ്ടിയാണെങ്കിൽ ആൾക്കാർ എടുക്കൂലല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്കൂട്ടർ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ, നിങ്ങൾ പോയി വണ്ടി കാണാം. നമ്മുടെ സ്വയം നിങ്ങളാണ് കാശ് മുടക്കുന്നത്. നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക. കരക്കാർ പലതും പറയാൻ നോക്കിയിട്ട് കാര്യമില്ല. എടാ അടുത്തേക്ക് പോവാം. പിന്നെന്താണ് 220 ഡേയ്സ് 220 എന്താ പറയുക, പഴയ മോഡൽ നല്ലതാണ്, പുതിയ മോഡൽ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. പഴയ മോഡൽ നല്ല വണ്ടിയാണ്, പക്ഷെ വലിയ മാറ്റങ്ങളൊന്നും ഇത്രയും വർഷങ്ങളായിട്ട് 220 വന്നിട്ടില്ല. കളർ ചേഞ്ച്, മീറ്റർ ചേഞ്ച് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. പണ്ടും ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. എന്താ സെക്കൻഡ് ജനറേഷൻ ഇറങ്ങിയപ്പോൾ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ട്, ഇപ്പോഴും ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ സെയിം ടു സെയിം പെർഫോമൻസ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 220 വലിയ കാര്യമായി കണ്ടെടുക്കുന്ന ആൾക്കാർ എന്തായാലും എടുത്തു. പിന്നെന്താ വേണ്ടത്, സ്പ്ലെൻഡർ അതുപോലെ തന്നെ പാഷൻ പ്രോയൊക്കെ ഓട്ടോയിൽ ഓഫായി പോകണമെന്നുള്ളൊരു കമൻറ്റ് ഒരുപാട് വരുന്നുണ്ട്. അത് എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് അവർ അതിൽ i3s എന്ന് പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. i3s ഓൺ ആക്കി കഴിഞ്ഞാൽ വണ്ടി കുറച്ച് ഒരു 3 സെക്കൻഡിന് മുകളിൽ ഐഡിയലായിട്ട്, അതായത് ഓണായിട്ട് നിൽക്കുകയാണെങ്കിൽ തനിയെ ഓഫായി പോകും. നിങ്ങൾ ക്ലച്ച് പിടിക്കുക, ആക്സിലേഷൻ തിരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആക്സിലേഷൻ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി തിരികെ സ്റ്റാർട്ടാവും. അത് വണ്ടിയുടെ പെട്രോൾ ഫ്യൂൽ സേവ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ്, ഹീറോ തന്നെ ഒരു ഫീച്ചറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 90% ആൾക്കാർക്ക് ഈ ഒരു കാര്യം ഇത് അറിയാൻ പാടില്ല. അവർ വെറുതെ റൈറ്റ് സൈഡിൽ ആ സ്വിച്ച് ക്യൂബിൽ സാധനമുണ്ട്, ആ നീല കളർ സ്വിച്ച്, അത് ഓണാക്കിയിടും. എന്നിട്ട് ഓട്ടത്തിൽ നിന്ന് ഇതാണ് പ്രശ്നമെന്ന് പറയണത്. അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്തിട്ട് നോക്കുക വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ. എന്നിട്ടും വണ്ടി ഓഫ് ആയി പോകണമെങ്കിൽ ചിലപ്പോൾ ഫ്യൂൽ പമ്പിൽ വല്ല കരട തുരുമ്പ എന്തെങ്കിലുമൊക്കെ കയറി മണ്ണ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങൾ വരും. ഓട്ടത്തിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഫ്യൂൽ പമ്പ് ഒന്ന് ക്ലീൻ ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതൊന്നും വലിയ തലമുറ കേസല്ല, വർക്ക്ഷോപ്പിൽ കാണിക്കുക കേട്ടോ. പിന്നെന്താണ്, ആക്സസ്. ആൾക്കാർക്ക് ലോകത്തില്ലാത്ത പരാതിയാണ് ആക്സസ് 125 കുറിച്ച്. വണ്ടി കംപ്ലൈൻ്റ് ആണ്, അതാണ് മോട്ടറിൽ നിന്നോട് ഭയങ്കര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ടാണ്, അതാണ് മറിച്ച് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. പക്ഷെ എന്നാലും ആക്സസ് ഇഷ്ടംപോലെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പരിചയത്തിലുള്ളൊരു ടീമൊക്കെ 2010 തൊട്ട് ഇപ്പോൾ 2024 വരെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു കുഴപ്പമില്ല. അത് അങ്ങനെ ഒരുപാട് ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ ഓടിക്കുന്നുണ്ട്. ആക്സസിന് അങ്ങനെ വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ ആക്സസിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ആക്സസിൻ്റെ പാർട്സ് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ടൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ പാർട്സിൻ്റെ കൂടെ അതിന് കണക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ 1-2 പാർട്സ് ഉണ്ടാവും. അതുകൂടി മാറിയാൽ മാത്രമേ കംപ്ലൈൻറ്റ് തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞത്. അപ്പോൾ പക്ഷേ ഈ ലോക്കൽ വർക്ക്ഷോപ്പുകൾ കാണിക്കുമ്പോൾ അവർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മെയിനായിട്ട് ഇപ്പോൾ പോയേക്കണ പാർട്സ്, ആ പാർട്സ് അങ്ങ് മാറിക്കളയും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ആ കംപ്ലൈൻറ്റ് മാറും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ പക്ഷേ ഷോറൂമിൽ കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ മെക്കാനിക്കലി ചെക്ക് ചെയ്തിട്ട് ഈ ഫുള്ളി 2-3 പാർട്സ് കണക്റ്റഡ് ആണെങ്കിൽ 3 പാർട്സ് മാറിക്കളയും. അപ്പോൾ സർവീസ് കോസ്റ്റ് കൂടുതലാവും. പക്ഷേ വണ്ടിക്ക് കംപ്ലൈൻറ്റ് കുറവായിരിക്കും, കുറച്ചും ഡ്യൂറബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ആക്സിഡൻറ്റ് സർവീസ് കോസ്റ്റ് കുറവാണ്. അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് കൂടുതലാണെന്നും ആൾക്കാർ പറയുന്നത്. ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ കസ്റ്റമറെ റിട്ടേൺ ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ചെറിയ പൈസയിൽ വണ്ടി നന്നാക്കി തന്നുവിടും. അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, അവർക്കും ജീവിക്കണം, ഈ ഷോറൂമാർക്കും ജീവിക്കണം. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കംപ്ലൈൻറ്റ്സ് വരുന്നത്. അല്ലാണ്ട് ആക്സസ് വണ്ടിക്ക് യാതൊരു കംപ്ലൈൻറ്റ് ഇല്ല, ഒരു പ്രശ്നമില്ല. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നല്ല മൈലേജ് ഇട്ട് നല്ല ഡ്രൈവിംഗ് കംഫോർട്ട് ചെയ്യുന്ന അടിപൊളി വണ്ടിയാണ് ആക്സസ് കേട്ടോ. പിന്നെന്താ, സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സൗണ്ട്. അതിപ്പോൾ എന്താ പറയുക, പണ്ട് 2009, 2008, 2010 വന്ന ആ സെയിം ടെക്നോളജി തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് തന്നെ. ക്രാങ്കിൻ്റെ കറങ്ങണതിൻ്റെ സൗണ്ടൊക്കെയാണ്. അതൊന്നും വലിയ പ്രശ്നമില്ല, എല്ലാ വണ്ടിക്കും വരുവാക്കുക. അങ്ങോട്ട് ഇഷ്ടപ്പെട്ട വണ്ടി എടുക്കുക, ഓടിച്ചു നടക്കുക.